40 കൊല്ലത്തെ അമ്മയുടെ എക്സ്പീരിയൻസ് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അൻവി പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. രണ്ടാമത് എൻ്റെ ഭാഗ്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മി കുറേ ദിവസമായിട്ട് നമ്മൾ ഈ ഒരു വ്ളോഗ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. അധികം ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് അതുപോലെ ഒരു ചെറിയൊരു സ്പെഷ്യൽ സംഭവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അതെന്താണെന്ന് അമ്മിക്കറിയാം? എന്നാ പറഞ്ഞാട്ടെ, പറ. അമ്മിക്ക് നാണായതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വന്നിട്ട് തന്നെ അതെന്താ സംഭവം എന്ന് പറയാം. അപ്പം നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് കാണാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ചാമ്മേ. അച്ചാമ്മ അല്ല സായിച്ച് പറത് ഞാൻ ഇന്ന് ഈ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ നേരത്തെ കൊണ്ട് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മളിന്ന് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചത് നല്ലതിനും, പക്ഷേ എന്നാൽ അങ്ങനെ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഡേറ്റ് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അച്ഛൻ തന്നെ ഓർമ്മിച്ചാന്ന് രാവിലെ ഗ്രൂപ്പിൽ അച്ഛനും അമ്മയും സെൽഫിയിലെടുത്തിട്ട് ഗ്രൂപ്പിലിട്ടിട്ട് അത് കണ്ടുതരാം. നമുക്ക് തന്നെ ഓർമ്മ വന്നത്. എനിക്ക് എൻ്റെ തന്നെ എനിക്ക് ഇനി അടുത്ത കൊല്ലം ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. അത്രയ്ക്ക് മെമ്മറി പവർ ഉള്ളതുകൊണ്ട് അല്ലേ അമ്മി? അമ്മി പോയി 40ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് ഏപ്രിൽ 2 കേട്ടോ. ഈ വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഏപ്രിൽ 2 1984 മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ജീവിതം. അമ്മി ഇവിടെ ഇരുന്നോ, സൈഡിലിരുന്നോ. അപ്പോൾ നമ്മളിത് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവളും കൂടി വന്നിട്ട് ഇത് ആദ്യത്തെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും മിസ്സാകരുതെന്ന് പറഞ്ഞിട്ട് എന്തായാലും മുറിക്കുന്നില്ലേ, നമുക്കിതൊരു വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്കതെല്ലാം കേക്കും കൂടി മുറിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് കേക്കിങ് മുറിക്കുന്നത്. അൻവി മുറിക്കണം എന്നാണ് എല്ലാവരുടെയും പൊതുജനാഭിപ്രായം. അൻവി മുറിക്കണം. അപ്പോൾ അൻവിക്ക് തന്നെ കൊടുക്കലാണ്. അപ്പോൾ ഇത് മുറിക്കുന്നത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ക്യാമറ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. വേറെ ആരും ക്യാമറ എടുത്ത് തരാനില്ല. എങ്ങനെയാ എനിക്കറിയില്ല. അച്ചാച്ചൻ്റെ അമ്മമ്മേനെ കൈ പിടിക്ക്, എന്നിട്ട് മുറിച്ചോ. അല്ല, വെറുതെ തൊട്ടാ മതി. അൻവിക്ക് ഒറ്റക്ക് മുറിക്കണം എന്നുള്ള വാശിയേറിയ അവൻ്റെ തീരുമാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇതാ അൻവി ഒറ്റക്ക് മുറിച്ചോട്ടെ. മുറിച്ചോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അൻവിന്റെ വെഡിങ് ആനിവേഴ്സറി ഇത് അറിയാമേ? ഇത് അൻവിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. നല്ല കുട്ടിയാ. അമ്മയുടെ അച്ഛൻ്റെ വായിലുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പരക്ക കൊടുക്കല്ല, ഒരു റെസ്റ്റ് കൊടുക്കും കുറേ. അല്ല അമ്മീ, ഞാൻ അമ്മയ്ക്ക് പിന്നെ തന്നില്ല പറയൂ. ഞാൻ മുറിച്ചത്തേക്ക് എനിക്ക് മാത്രം സന്തോഷമായി. രാത്രി ആയതുകൊണ്ട് അധികം സംഭവം അങ്ങനെ ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും സാറല്ല, നമ്മളെല്ലാരെയും വക രണ്ടാക്കും ഒരു ചെറിയ ആനിവേഴ്സറി ഗിഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ രണ്ടാക്കും ഹാപ്പി ആനിവേഴ്സറി. പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ പറയാൻ വേണ്ടി അമ്മേനെ സഹിച്ചതും അമ്മ അച്ഛനെ സഹിച്ചതും അച്ഛൻ അമ്മേനെ സഹിച്ചതും. അച്ഛനെ പറ്റി രണ്ടഭിപ്രായം പറയും. 40 കൊല്ലത്തെ അമ്മയുടെ എക്സ്പീരിയൻസ് നിന്നതിന് രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് 10 മണിയായിട്ടെ സമയം. രാത്രി നല്ല സമയമായി, 10 മണിയായി. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ അങ്ങനെ
ഭയങ്കര ഇതാട്ടാ. സാധാരണ എല്ലാ പിള്ളേരും കേക്കെല്ലാം വാങ്ങാൻ പറഞ്ഞാല് പറയാണ്ട് മിണ്ടാണ്ട് നിൽക്കൊന്നുമില്ലല്ലോ. എന്തായാലും ഇവിടെ എത്തിപാടും പറയും. ഇത് പറയാണ്ട് നിന്നിന്. കഴിഞ്ഞ തവണ ഇവളെ മേടിച്ചിട്ട് നമ്മൾ പറയേണ്ടതില്ലല്ലേ. ഇവളെ മേടിച്ചിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞിട്ടില്ല കേക്ക് മേടിച്ച കാര്യമൊന്നും പറഞ്ഞില്ല. അല്ല, കേക്ക് മേടിച്ച കാര്യം ഇവനറിയാം. ഇവനും എല്ലാം കൂടി പോയിട്ട് വാങ്ങുന്നേ. എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മേമ പറഞ്ഞിന് പിന്നെ എന്നാന്നെല്ലാം പറഞ്ഞു. സംഭവം നമ്മളിപ്പോൾ രാത്രിക്കാണ് പോയിട്ട് വാങ്ങിയത്. ഞാൻ ഇവളും കൂടി പോയി വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ ഓടിക്കയറിയതാ ഇവൻ ഞാൻ വരുന്നത് പറഞ്ഞിട്ട്. നമ്മൾ വിചാരിച്ച് പോയി വീട്ടിലെത്തുമ്പോൾ ഇവൻ ഓടിക്കയറി. സീക്രട്ട് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടാ അമ്മി. ഇനിയൊരു ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞാട്ടെ. ഇത്തിരി പോയിട്ടില്ലേ? അച്ഛാ അമ്മമ്മ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.